അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സന്ധ്യ മേഡത്തെയാണ്, മുൻ DGP മേഡത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കസ്തൂരി ശലഭം എന്ന ഈ പുസ്തകം ഒറ്റയിരുപ്പിൽ ഞാൻ വായിച്ചു. ശ്രീ സോഹൻ റോയ്ക്ക് അഭിനന്ദനത്തിൻ്റെ 1000 പൂച്ചെണ്ടുകൾ. സ്വന്തം അമ്മയെ സ്നേഹിക്കാത്തവരാരുമില്ല. ഒരുപാട് സ്നേഹമുള്ളവരാണ് എല്ലാ അമ്മമാരും. പക്ഷേ നമ്മൾ എത്രമാത്രം അമ്മയെ സ്നേഹിച്ചാലും ആ അമ്മയെക്കുറിച്ച് നമ്മളിലുള്ള ഓർമ്മകൾ ഇങ്ങനെ എക്കാലത്തേക്കുമായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു മകന് തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത് വായിച്ച ഉടനെ ഞാനും തീരുമാനമെടുത്തു, എൻ്റെ അമ്മയെ കൊണ്ട് എൻ്റെ അച്ഛനെ പറ്റി എഴുതിക്കണം ഉടനെ എന്ന്. അപ്പം ഇത് ശ്രീ സോഹൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞ കാര്യമാണല്ലോ എന്ന്. കാരണം എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് 1 വർഷമായി. ഇപ്പോൾ അമ്മയ്ക്കായിരിക്കും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഏറ്റവും നന്നായിട്ട് എഴുതാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഞാനിത് വായിച്ചപ്പോൾ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു, അമ്മയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് അത്തരമൊരു ചിന്ത എന്നിൽ ഉണർത്തി വിട്ടതിന് ശ്രീ സോഹൻ റോയ്ക്ക് പ്രത്യേകം നന്ദി. കസ്തൂരി മഹോപാധ്യായ എന്ന സ്ത്രീ, അവർ ചരിത്രത്തിൽ ഉപേക്ഷിച്ചു പോയ കാൽപ്പാടുകൾ അവരുടെ ഡയറി കുറിപ്പുകളിലൂടെ, അതുപോലെ തന്നെ അവരുടെ മക്കൾ, അടുത്ത ചില ബന്ധുക്കൾ, ഇവരുടെയൊക്കെ ഡയറി കുറിപ്പുകളിലൂടെ ഈ പുസ്തകത്തിൽ അനശ്വരമാക്കിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. പഠിപ്പുള്ള, ചരിത്രബോധമുള്ള ഒരു അമ്മയെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മുടെ അമ്മയെക്കുറിച്ച് നമ്മൾ ഏറ്റവും അധികം ഓർക്കുന്ന, നമ്മളൊക്കെ സ്വാർത്ഥമതികളാണ്, അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി. അപ്പം നമ്മളെല്ലാവരും, മിക്കവാറും ആളുകൾക്ക് ഈ അമ്മ വളരെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ വഷളാക്കിയിട്ട് വേറൊരു ആഹാരം കഴിച്ചാലും രുചി തോന്നില്ല. എനിക്കും എൻ്റെ അനിയനും എൻ്റെ മോൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഇതാണ്. എൻ്റെ മോള് വിളിച്ച കഴിഞ്ഞ ഉടനെ ചോദിക്കുന്നത്, അമ്മയെ ഞാൻ വരുന്നുണ്ടേ, അമ്മമ്മയോട് തീയലുണ്ടാക്കാൻ പറയണേ, എനിക്ക് പഠിക്കണം. അപ്പോൾ ഈ പുസ്തകത്തിൽ വച്ചിരിക്കുന്ന മറ്റൊരു പ്രപ്പോസലാണ് എല്ലാ കുഞ്ഞുങ്ങളും സ്വന്തം അമ്മമാരുടെ പാചകത്തിൻ്റെ റെസിപ്പി പഠിക്കുക എന്നുള്ളത്. അത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ അല്പം പിന്നാക്കമായ ഞാൻ അതിന് അധികം മുതിർന്നിട്ടില്ലെങ്കിലും എൻ്റെ മോള് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇപ്പം അമ്മൂമ്മ ഉണ്ടാക്കുന്ന ചക്ക വരട്ടിയത്, അമ്മൂമ്മ ഉണ്ടാക്കുന്ന തീയൽ അവൾക്കറിയാം. ഇത് പോയാൽ പോക്കാണ്, അതുകൊണ്ട് ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കണമെന്ന്. അപ്പോൾ എല്ലാ മക്കളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഈ പുസ്തകത്തിൽ പറയുന്നുമുണ്ട്. നമ്മുടെ വീട്ടിൽ ഉള്ള രുചി, ആ രുചി നഷ്ടപ്പെടാതെ വരുന്ന തലമുറയിലേക്ക് അത് പകർന്നു വയ്ക്കുക. അങ്ങനെ പകർന്നു വയ്ക്കാനായിട്ട് എല്ലാ കുടുംബങ്ങൾക്കും സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രുചി അവിടെ തന്നെ നിലനിൽക്കും. ആ രുചിക്കൂട്ടൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. അപ്പം നമ്മുടെ നാട്ടറിവുകൾ, നമ്മളെന്താണ്, നമ്മളുടെ വീട്ടിൽ കുട്ടിക്ക് ഒരു വയറുവേദന വന്നാൽ, അല്ലെങ്കിൽ വീട്ടിൽ പ്രായമായവർക്കൊരു തലവേദന വന്നാൽ എന്ത് നാടൻ മരുന്നാണ് പ്രയോഗിക്കുന്നത്? അത് നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഇല്ലാതാവുമ്പോൾ ഇല്ലാതാകേണ്ടതല്ല ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ. അതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ഈ കൊല്ലത്തിൻ്റെയും കൊട്ടാരക്കരയുടെയും പുനലൂരിൻ്റെയും അമ്പലപ്പുഴയുടെയും ഒക്കെ പ്രാദേശിക ചരിത്രങ്ങൾ, അമ്മ ജീവിച്ച ഓരോ പ്രദേശത്തിൻ്റെയും പ്രാദേശിക ചരിത്രം, അതുപോലെ അമ്മ ബന്ധപ്പെട്ട ഓരോ കുടുംബത്തിൻ്റെയും കുടുംബചരിത്രം നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ കിട്ടും. അത് വലിയൊരു അനുഭവമാണ്.
അപ്പോൾ ഓരോരുത്തരും നമ്മൾ ഈ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലായി എത്രയോ വീടുകളിൽ, എത്രയോ കുടുംബങ്ങളിൽ, എത്രയോ ഹോസ്റ്റലുകളിൽ ഒക്കെ പോയിട്ട് ഒരു ദിവസമെങ്കിലും തങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ആരെങ്കിലും ഇതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടോ? അവരോടൊക്കെയുള്ള നന്ദി, ആ മനുഷ്യരുടെ പ്രത്യേകതകൾ, ആ മനുഷ്യർ ഈ നാട്ടിന് നൽകിയിട്ട് പോയ സംഭാവനകൾ എന്തൊക്കെ, ഇതെല്ലാം ഈ ഒരൊറ്റ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പം അതാണ് പ്രാദേശിക ചരിത്രം. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പറയും അതൊക്കെ രാജസ്ഥാനിലും പഞ്ചാബിലുമൊക്കെ ഉള്ളൂ സ്വാതന്ത്ര്യ സമര ചരിത്രം. നമ്മളിങ്ങ് ഓടിപ്പോന്ന് ഈ കന്യാകുമാരിയുടെ അടുത്ത് പോയി താമസിച്ചവരായതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രമില്ല. ഡച്ചുകാർ ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യ മുഴുവനും കീഴടക്കാതിരിക്കുന്നതിന് ഒരേ ഒരു കാരണം തിരുവിതാംകൂറിൻ്റെ ചരിത്രം അറിയുന്നവർക്കേ അറിയാവൂ. അതുപോലെ ഓരോ പ്രദേശത്തും അതിൻ്റേതായ ചരിത്രം ഉണ്ടെങ്കിൽ ആ ചരിത്രം രേഖപ്പെടുത്തേണ്ടത് രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും കടമയാണ്. അത് വലിയ പഠിപ്പും അറിവും ഉള്ളവരുടെ മാത്രം കടമയൊന്നുമല്ല. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രാദേശിക ചരിത്രം രചിക്കപ്പെടുക എന്ന മഹത്തായ ഒരു ദൗത്യമായിരിക്കും ശ്രീ സോഹൻ റോയ് ഇപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ ഓരോരുത്തരും അവനവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവചരിത്രം എഴുതുക എന്ന് പറയുന്ന ഒരു സംരംഭം ഇവിടെ യാഥാർത്ഥ്യം ആയാൽ, തമിഴ്നാട്ടിൽ അവർ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രാദേശിക ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ അത് സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കുവാനായി ഉള്ള ഒരു വലിയ സംരംഭമായി ഇത് മാറട്ടെ. അതുപോലെ നമുക്കൊന്നും ഈ ഫാമിലി ട്രീ നമ്മളാരും ഉണ്ടാക്കിയിട്ടില്ലല്ലേ. നമ്മുടെ വീട്ടിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇതിനൊരു ശ്രമം നടത്തിയാൽ തന്നെ അവർ ഏതെങ്കിലും ഒരു സാധനം ഗൂഗിളിൽ അയച്ചു തരും. അത് ഫില്ലപ്പ് ചെയ്യാൻ നോക്കിയാൽ അതിനൊരു മണിക്കൂർ എടുക്കും. ഞാനും ചെയ്തിട്ടില്ല. ഈ കുടുംബത്തിലുള്ള ഒരാൾ ചെയ്യാൻ നോക്കിയതാണ്, ഞാനും അയച്ചു കൊടുത്തിട്ടില്ല. കാരണം അത് അത്ര ഫില്ലപ്പ് ചെയ്യാൻ എളുപ്പമുള്ള ഫോമൊന്നും അല്ല ഇവർ അയച്ചു തരുന്നു. അപ്പോൾ എനിക്കുള്ള ഒരു അഭ്യർത്ഥന ശ്രീ സോഹൻ റോയിയോട്, ഏറ്റവും എളുപ്പത്തിൽ ഫില്ലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഗൂഗിൾ ഫോം ആക്കിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് ഫാമിലി ട്രീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയധികം വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ളൊരു പ്രദേശമായിട്ടും നമുക്ക് നമ്മുടെ കുടുംബ ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തായിരുന്നു ഇന്നലകൾ എന്നൊന്ന് രേഖപ്പെടുത്തി വെക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് ചരിത്രബോധമുണ്ടാകുന്നത്. അതിലൂടെയാണ് നമ്മുടെ സംസ്കാരം നമുക്ക് രേഖപ്പെടുത്തി വെക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ തുടക്കമാവട്ടെ ഈ പുസ്തകം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കുവാനുള്ളത്. ഇത്രയധികം പഠിപ്പും പ്രത്യുൽപ്പന്നമതിത്വവും പ്രായോഗിക ബുദ്ധിയുമുള്ള ഒരു അമ്മ. അപ്പം ആ അമ്മ ഒരു അവസരത്തിൽ സ്വന്തം മകനായ പ്യാരേലാലിന് മറൈൻ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷവും ഏതോ ഒരു ചെറിയ സാങ്കേതിക പിഴവിൻ്റെ പേരിൽ അഡ്മിഷൻ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായപ്പോൾ അച്ഛനും മകനും കൂടെ കരഞ്ഞുകൊണ്ട് വന്ന് വീട്ടിലിരുന്നപ്പോൾ അമ്മയാണ് എന്ത് ചെയ്യണം 48 മണിക്കൂറിനുള്ളിൽ ആ പിഴവ് തിരുത്തി ആ മകൻ അഡ്മിഷൻ നേടിക്കൊടുത്തതുകൊണ്ട് മാത്രം മഹാനായ ഒരു ശാസ്ത്രജ്ഞനെ ലോകത്തിന് ലഭിച്ചു. സ്വന്തം കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എല്ലാ അമ്മമാരും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ മക്കളെ ഏതെങ്കിലും കോഴ്സിന് കൊണ്ട് ചേർക്കണമെങ്കിൽ അതിനൊരുപാട് റിസർച്ച് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇത്തരം സന്ദർഭം വരുമ്പോൾ അവിടെ പ്രായോഗിക ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമം നടത്തുന്ന ഒരു അമ്മയുടെ മക്കളായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ നിലയിൽ ഇന്ന് എത്തിച്ചേർന്നതെന്ന് കസ്തൂരിയമ്മയുടെ മക്കളോട് ഞാൻ പറയും. അത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ് കേട്ടോ. അത്തരം
അമ്മമാരുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിൽ കൂടുതൽ എന്ത് ഫെമിനിസമാണ് വേണ്ടത്? ഇതല്ലേ ഫെമിനിസം, ഇതാണ് ഫെമിനിസം. അതല്ലാതെ സ്ത്രീയും പുരുഷനും രണ്ട് തട്ടുകളിൽ മാറി നിന്നിട്ട് ഒരു ചിറകരിഞ്ഞി പക്ഷി തൻ മറുചിറകിനൂക്കം കൂട്ടുവാൻ വെറുതെ ശ്രമിക്കുന്ന വേലയിൽ മറവിയിലാഴ്ന്നു പറക്കൽ. അതല്ല ഉണ്ടാകേണ്ടത്. പകരം കാലമായാലി പുഴുവിൻ്റെ വേഷം, കാലമായാലി പുഴുവിൻ്റെ വേഷം മാറ്റി ശക്തി ചിറകെഴും ശലഭമായി പാടി പാറി സ്വന്തം ജീവചക്രത്തിൽ ഉദയചന്ദ്രികാ ദർശനം തേടിടും. അങ്ങനെ സ്വന്തം ജീവിതത്തിലെ ഉദയചന്ദ്രികാ ദർശനം സാധ്യമായ കസ്തൂരി ശലഭം, ആ അമ്മയെക്കുറിച്ച് ഈ മനോഹരമായ ലിബി പബ്ലിക്കേഷൻസിൻ്റെ അതിമനോഹരമായ പുസ്തകമാണ്. കയ്യിലെടുത്തു കഴിഞ്ഞാൽ താഴെ വയ്ക്കാൻ തോന്നില്ല. ഈ പുസ്തകത്തിനൊരു ഭംഗിയൊക്കെ വേണം, അത് ആവശ്യമാണ്. അപ്പോൾ ലിബി പബ്ലിക്കേഷൻസ് അവരെയും അഭിനന്ദിക്കുന്നു. ഈ പുസ്തകത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സഹൃദയരായ എല്ലാ വായനക്കാരും ഈ പുസ്തകം നെഞ്ചേറ്റട്ടെ. കൂടാതെ ഇതിലൂടെ ഉരുത്തിരിയുന്ന ആശയം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.